വീതിയിൽ ഈശനു കീർത്തനമരുളിയ വാനവരെ, ഈ ബലിവേദിയിൽ ആശാഗീതികൾ പാടി നിരന്നിടുവിൻ. ഉന്നത വീതിയിൽ ഈശനു കീർത്തനമരുളിയ വാനവരെ, ഈ ബലിവേദിയിൽ ആശാഗീതികൾ പാടി നിരന്നിടുവിൻ. കാൽവരിമലയുടെ ബലിപീഠത്തിൽ തിരികൾ കൊളുത്തുന്നു, വാനവർ ചുറ്റിലും ആദരപൂർവം കൈകൾ കൂട്ടുന്നു. ഗാഗുൽത്തായുടെ വിരികൾ തുറക്കൂ, മിഴിനീരൊഴുകട്ടെ. ഗാഗുൽത്തായുടെ വിരികൾ തുറക്കൂ, മിഴിനീരൊഴുകട്ടെ. പാപം താങ്ങി വലഞ്ഞവരെല്ലാം പ്രശാന്തി നുകരട്ടെ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 4:14 മുതൽ തിരുവചനങ്ങൾ. ഈശോ ആത്മാവിന്റെ ശക്തിയോടുകൂടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. അവന്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെങ്ങും വ്യാപിച്ചു. അവൻ സിനഗോഗുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും അവനെ പുകഴ്ത്തി. ഈശോ താൻ വളർന്ന സ്ഥലമായ നസറത്തിൽ വന്നു. ഒരു സാബത്ത് ദിവസം അവൻ പതിവ് പോലെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. ഏശയ്യാ പ്രവാചകന്റെ ചുരുൾ അവന് നൽകപ്പെട്ടു. ചുരുൾ നിവർത്തിയപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്ന ഭാഗം ഈശോ കണ്ടു. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, എന്തെന്നാൽ ദരിദ്രരെ സദ്വാർത്ത അറിയിക്കാൻ അവൻ എന്നെ അഭിഷേകിച്ചിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും പ്രഘോഷിക്കാനും അടിച്ചമർത്തപ്പെട്ടവരെ മോചനത്തിലേക്ക് നയിക്കാനും കർത്താവിന്റെ പ്രസാദ വത്സരം പ്രഘോഷിക്കാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. ചുരുൾ മടക്കി ശുശ്രൂഷകനെ ഏൽപ്പിച്ച ശേഷം ഈശോ ഇരുന്നു. സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ അവനിൽ തറച്ചിരുന്നു. ഈശോ അവരോട് പറയാൻ തുടങ്ങി, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവരും അവനെ പറ്റി സാക്ഷ്യപ്പെടുത്തുകയും അവന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ്സുകൾ കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. ഇവൻ യൗസേപ്പിന്റെ മകനല്ലേ എന്ന് അവർ ചോദിച്ചു. പ്രിയപ്പെട്ട മറ്റു വൈദികരെ,
ഒരു തിരിഞ്ഞുനോട്ടം ജൂബിലിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഒരു തിരിച്ചറിയലും ഒരു തിരിച്ചറിവും ജൂബിലിക്ക് അനിവാര്യമാണെന്ന് തോന്നുകയാണ്. റിവ്യൂ, റെക്കഗ്നൈസ് ആൻഡ് റെക്കൺസിലിയേഷൻ. എന്താണ് തിരിഞ്ഞുനോട്ടം? കഴിഞ്ഞ വർഷങ്ങളിലേക്ക്, ജീവിതത്തിന്റെ കഴിഞ്ഞ ഏടുകളിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിന് ദൈവത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങളും ഉണ്ടായി എന്നും അതിനൊക്കെ നന്ദി പറയാൻ ഈ ജീവിതം അപര്യാപ്തമാണെന്നും ഒക്കെ ഒരു ഓർമ്മപ്പെടുത്തലും, കുറവുകളും പോരായ്മകളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ള ബോധ്യം ചിലപ്പോഴുണ്ടായാൽ അത് പരിഹരിക്കുവാനുള്ള ചിന്തയുമെല്ലാം ഈ തിരിഞ്ഞുനോട്ടത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പോഴാണ് യഥാർത്ഥമായി നമുക്ക് അതെല്ലാം റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. അത് നമ്മളുടെ ബോധ്യത്തെയും നമ്മുടെ ഉൾക്കാഴ്ചകളെയും ഒക്കെ വീണ്ടും ഒന്നുകൂടി ഉദ്ദീപിപ്പിക്കുന്ന ഒരു പ്രക്രിയയായിട്ട് ഇത് മാറുകയാണ്. അപ്പോൾ ഒരു പുതിയ തീരുമാനങ്ങൾ എടുക്കുവാൻ, ചില കാര്യങ്ങൾ തിരുത്തലിലൂടെ മുന്നോട്ട് പോകാൻ, ചില കാര്യങ്ങളിൽ കൂടുതൽ തീഷ്ണത ഉള്ള ജീവിതത്തിലേക്ക് മാറാൻ നമ്മളെയൊക്കെ സഹായിക്കുന്നതാണ് ഈ തിരിച്ചറിയലിന്റെ, അതുപോലെ തന്നെ തീരുമാനത്തിന്റെ ജീവിതം. അത് ജൂബിലിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ്. കുറെ വർഷങ്ങൾക്ക് മുൻപ് MCBസിലെ ബഹുമാനപ്പെട്ട ഇടയാലച്ചൻ പൗരോഹിത്യത്തെ കുറിച്ച് അദ്ദേഹം മനോഹരമായൊരു ഗാനം എഴുതി. ഏതാനും വരികൾ ഇങ്ങനെയാണ്: വിളിച്ചെന്നെ അനുഗ്രഹിച്ചു, വരങ്ങളാൽ എന്നെ നിറച്ചു, വിളിച്ചതു നാഥനല്ലോ, വിളിയൊരു ദാനമല്ലോ. പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്തിലേക്ക്, അവിടുത്തെ മഹിമകളെ കുറിച്ച്, അവിടുത്തെ വരദാനങ്ങൾ ജീവിതത്തിലേക്ക് വർഷിച്ചതിനെ കുറിച്ചുള്ള ഒരു ബോധ്യം ജീവിതത്തിൽ കൂടുതലായിട്ട് കടന്നു വരുമ്പോൾ നമുക്ക് ഓരോ വൈദികരെയും സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് പോലെ ഓരോ ബലിയും ആദ്യത്തെ ബലി പോലെയും ഓരോ ബലിയും അവസാനത്തെ ബലി പോലെയും അത് ആദ്യത്തെ അതുപോലെ ഒരേ ഒരു ബലി പോലെയും ആണ് കാണുക. അത്രമാത്രം വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ജീവിതത്തിലേക്കാണ് ഓരോ വൈദികനെയും പൗരോഹിത്യത്തിലൂടെ കർത്താവ് തെരഞ്ഞെടുക്കുക. ലിയോ 14 മാർപ്പാപ്പ ജൂബിലിയുമായി ബന്ധപ്പെട്ട് വൈദികരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, fraternity, closeness to Christ, and joy of the priestly ministry among the challenges like declaring occasion. അതുകൊണ്ട് തന്നെ ക്ലോസ്നെസ് ടു ക്രൈസ്റ്റ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമുക്ക് ഈശോയുടെ സ്നേഹത്തെ അനുഭവിക്കുന്ന ഒരു വലിയ ഒരു വിചാരം നമുക്ക് ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ ലഭിക്കുകയാണ്. രണ്ടാമത്തെ കൗൺസിലിന്റെ ലൂമിൻ ടെൻസിയം എന്ന പ്രമാണരേഖയിൽ 11ാമത്തെ അധ്യായത്തില് വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുന്നത്, യൂക്രിസ്റ്റ് ഈസ് ദ സോഴ്സ് ആൻഡ് സബ്മിറ്റ് ഓഫ് ക്രിസ്ത്യൻസ് ലൈഫ് ആണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ ഉറവിടവും ഉച്ചയുമാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് ഓരോ വൈദികരെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകമായി വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുവാനായിട്ടുള്ള കൃപയാണ് ആവശ്യമായിട്ടുള്ളത്. ഈശോയോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ഏറ്റവും പറ്റുന്ന മാർഗം എന്നുള്ളത് വിശുദ്ധ കുർബാനയിലൂടെ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓരോ വൈദികനും പ്രത്യേകിച്ചും ഓർഡിനേഷൻ സമയത്ത് വളരെ മനോഹരമായ ഒരു പാട്ട് ആലപിക്കുന്നുണ്ട്. എത്ര സമുന്നത ഇന്നു പുരോഹിത നീ പരമേറ്റ വിശിഷ്ട സ്ഥാനം. ഇത് ഓരോ പുരോഹിതന്റെയും ഹൃദയത്തിലേക്ക്, അത് കേൾക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയാന്ത ഭാഗത്തേക്ക് ചൂഴ്ന്നിറങ്ങുന്ന ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ്. അത്രമാത്രം വിശിഷ്ടമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ചുമതലയും കർത്താവ് ഏൽപ്പിക്കുമ്പോൾ അത് വിശുദ്ധ കുർബാന ആവുന്ന യേശുവിന്റെ വലിയ സ്നേഹത്തിന്റെ രഹസ്യം പരികർമ്മം ചെയ്യുവാനുള്ള വിളിയാണ് എന്നത് തന്നെയാണ് അർത്ഥമാക്കുക.
അതുകൊണ്ട് ഈശോയോട് ചേർന്ന് നിൽക്കുക. അത് പ്രാർത്ഥന കൊണ്ടും അതുകൊണ്ട് പരിത്യാഗ പ്രവർത്തനങ്ങൾ കൊണ്ടും ജീവിതത്തിൽ വ്യക്തിപരമായുള്ള സ്നേഹം ഈശോയോട് സൃഷ്ടിക്കുക അല്ലെങ്കിൽ ഈശോയോട് പാലിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഓരോ വൈദികനിലും നിക്ഷിപ്തമാണ്. അതുപോലെ തന്നെ കൂദാശകൾ അനുഷ്ഠിക്കുമ്പോഴും ഓരോ കൂദാശകൾ പരികർമ്മം ചെയ്യുമ്പോഴും ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ഈ വ്യക്തിബന്ധം സ്ഥാപിക്കുവാനായിട്ട് ഇടയാണ്. ഒരുപക്ഷെ ഓരോ പുരോഹിതനും മഹത്വം ലഭിക്കുന്നത് പുരോഹിതൻ നിർവഹിക്കുന്ന കർമ്മത്തിൽ നിന്നാണ്. അത് അദ്ദേഹം നിർവഹിക്കുന്നത് ദൈവീ കർമ്മമായതുകൊണ്ടാണ് എന്ന് അലക്സാൻഡ്രിയയിലെ വിശുദ്ധ സിറിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈശോയോട് ചേർന്നതുകൊണ്ട് തമ്പുരാന്റെ ക്രമങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് ഓരോ പുരോഹിതരെയും കർത്താവ് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള ബന്ധം ഫ്രട്ടേണിറ്റി എന്നുള്ളത് ജീവിതത്തിൽ പാലിക്കുവാനും അത് മറ്റുള്ളവർക്ക് സ്നേഹപൂർവ്വം പങ്കുവെച്ച് കൊടുക്കുവാനുമുള്ള ഒരു വിളിയാണ് ഒരു വൈദികന്റെ വിളി എന്നുള്ളത്. വിശുദ്ധ തോമസ് അക്വീനാസ് പറയുന്നുണ്ട്, രക്ഷയുടെ ഒരു മാർഗമായി വൈദിക പട്ടം നൽകുന്നവയാണ്. അത് ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ളതല്ല, പിന്നെയോ മുഴുവൻ സഭയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഒരു വൈദികനാകുന്നത് തനിക്ക് വേണ്ടി തന്നെയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ലൂമൻ ജെറുസലേമിലെ ഏഴാമത്തെ ഖണ്ഡികയിൽ പറയുന്നത്, സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് റെക്കൺസിലിയേഷൻ ഓഫ് ദ ബിൽഡിംഗ് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ഇൻ യൂണിറ്റി. അതിനു വേണ്ടിയാണ് ഓരോ പുരോഹിതൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നത് പോലെ തന്നെ വ്യക്തികളോട് അല്ലെങ്കിൽ സമൂഹത്തോട് ഈശോയുടെ ഭൗതിക ശരീരത്തിലെ അംഗങ്ങളോട് ചേർന്ന് നിൽക്കുവാനുള്ള ഒരു വിളി എന്നുള്ളതാണ് വൈദികന്റെ ഒരു ജീവിത നിയോഗമായിട്ട് മാർഗമായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ വൈദികൻ ഒരു ദിവസത്തേക്ക് വേണ്ടിയല്ല, ഒരു സമയത്തേക്ക് വേണ്ടി മാത്രമല്ല വൈദികനാവുന്നത്. A priest is ordained to live always as a priest at every moment of his life, day and night. ഇത് മൈക്കൽ ഹോളിക്സ് ലിവിംഗ് പ്രീസ്റ്റ്ഹുഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും സംരംഭമാകുന്നതിന് വേണ്ടി എപ്പോഴും തന്റെ ജീവിതം ഒഴിഞ്ഞു വയ്ക്കുന്ന, അതേസമയം തന്നെ ഈശോയോട് ചേർന്നതുകൊണ്ട് പൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്ന സ്നേഹത്തിന്റെ വിളിയാണ് ഓരോ വൈദികനിലും ലഭിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് പൗരോഹിത്യത്തിന്റെ മാഹാത്മ്യവും അതിന്റെ മഹത്വവും ഒക്കെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്തോറും നമ്മൾ എത്രമാത്രം വിനയാന്വിതമായി ആയിരിക്കണം. ഒരുപക്ഷെ വിശുദ്ധ കുർബാനയിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ നമുക്ക് വൈദികൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമുക്ക് ശ്രമിച്ചാൽ മനസ്സിലാകുന്നതാണ്. എളിമയുടെയും വിനയത്തിൻ്റെതുമായിട്ടുള്ള ഭാഷയാണ് വൈദികന്റെ വിശുദ്ധ കുർബാന അർപ്പണം നടക്കുന്നത്. കാരണം അയോഗ്യതയോടെയാണ് അല്ലെങ്കിൽ അയോഗ്യനാണ് ഈ ബലിയർപ്പിക്കുന്ന പുരോഹിതനെന്ന് എത്രയോ തവണ ബൈബിളിൽ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോരായ്മകളും കുറവുകളുമുള്ള വ്യക്തി ജീവിതങ്ങളെ തമ്പുരാന്റെ സാന്നിധ്യത്തിൽ സമർപ്പിക്കുവാനായിട്ടുള്ള വലിയ ദൈവാനുഭവത്തിന്റെ അവസരമാണ് ഓരോ വൈദികനും ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം സന്തോഷം നിറഞ്ഞ കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് വിളിക്കപ്പെടുമ്പോൾ അതിലൂടെ ദൈവത്തിന്റെ അനന്തമായ സ്നേഹം ഒരുപക്ഷെ ബലഹീനനായ വൈദികനിലൂടെ സമൂഹത്തിനും സഭയ്ക്കും വ്യക്തി ജീവിതത്തിലും ലഭിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ ബൈജുവച്ചൻ നമ്മൾ ഓർക്കുകയാണ്. ബൈജുവച്ചന്റെ കഴിഞ്ഞ കാലത്തെ 25 വർഷത്തെ ജീവിതത്തെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ അച്ഛന് 1975 മെയ് 10-ാം തീയതി അദ്ദേഹത്തിന്റെ മാതാപിതാക്കന്മാര് ദേവസ്ഥി കൊച്ചുത്രേസ്യ, ഇവരുടെ മാതാപിതാക്കന്മാരും സഹോദരങ്ങളായ മിനി, ബാബു എന്നിവരുടെ സാന്നിധ്യത്തിൽ അച്ഛന് കോനൂര് ജനിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പഠനങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം 1993 കാലത്താണ് 1993 കാലത്താണ് മനസ്സിലാക്കി പ്രവേശിച്ചത്. അതിനുശേഷം 96 വരെ അദ്ദേഹം കർമ്മലഗിരിയിലെ ഫിലോസഫി പഠിച്ചു. തുടർന്ന് മംഗലാപുരം ടെപ്പു സെമിനാരിയിൽ അദ്ദേഹം ദൈവശാസ്ത്രം പഠിച്ച് 2000 ഡിസംബർ മാസം 26-ാം തീയതി, ഇന്നേക്ക് 25 വർഷം മുൻപ് അദ്ദേഹം തോമസ് ചക്കിയത്ത് പിതാവിൽ നിന്നും പൗരോഹിത്യം സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ നാൾവഴികൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എല്ലാ മേഖലയിലും അദ്ദേഹത്തിന്റെ വലിയ
ദൈവിക സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്ന് അദ്ദേഹം 25 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചും കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ 16-ാമത്തെ വാക്യത്തില് കർത്താവ് പറയുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ആ ഒരു ബോധ്യം തന്റെ ജീവിതത്തിലുടനീളം പാലിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് സന്തോഷം നിറഞ്ഞ കാര്യമാണ്. മഞ്ഞപ്രയിലും ആലുവായിലും പറവൂരും അദ്ദേഹം അസിസ്റ്റന്റ് വികാരിയായി ശുശ്രൂഷ ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഏതാണ്ട് 8-ലധികം പള്ളികളിൽ ഈ അയർലൻഡിൽ വരുന്നതിന് മുമ്പ് വരെ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. വർക്കി പിതാവിന്റെ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം ശുശ്രൂഷ ചെയ്തു. ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലിയിലെ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിന്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് അദ്ദേഹം ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിലെ അവിടുത്തെ പ്രഘോഷിക്കുവാനായിട്ടുള്ള അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അദ്ദേഹം അവിടെ ശുശ്രൂഷ ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹം പഠനവുമായി ബന്ധപ്പെട്ട് ദുബൈയിലും അതുപോലെ തന്നെ ആലുവ മ്യൂസിക് കോളേജിലുമൊക്കെ അദ്ദേഹം തന്റെ ഉപരിപഠനങ്ങൾ അദ്ദേഹം നടത്തി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇടപെടുമ്പോൾ മനസ്സിലാക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു തരത്തിലുള്ള വളഞ്ഞ വഴിയോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കുശാഗ്ര ബുദ്ധിയോ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒന്നും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നാണ് എനിക്ക് കഴിഞ്ഞ ഒരു വർഷക്കാലധികമായുള്ള ജീവിതവും അടുപ്പവും കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ചിലതൊക്കെ പറഞ്ഞാൽ വളഞ്ഞ രീതിയിലോ അല്ലെങ്കിൽ മറ്റേതൊരു അർത്ഥത്തോടെയൊക്കെയാണ് സംസാരിക്കുന്നത് തോന്നിയാൽ പോലും അതൊന്നും ആയിരിക്കില്ല. അദ്ദേഹത്തിന് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള പെരുമാറ്റവും സംസാര രീതിയും മാത്രമാണ്. ഒരിക്കൽ കണ്ടുമുട്ടിയാൽ അദ്ദേഹം ആരെയും മറന്നു പോവാറില്ല. അത്രമാത്രം ഹൃദയത്തിൽ ഇടം പിടിക്കുന്ന, സ്നേഹത്തോടെ പങ്കുവയ്ക്കുവാനും പെരുമാറുവാനും കഴിവുള്ള ഒരു വൈദികനാണ് അദ്ദേഹം. ശുശ്രൂഷ ചെയ്തിട്ടുള്ള മേഖലകളിലെല്ലാം അദ്ദേഹത്തിന്റെ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങളെ ഓർക്കുമ്പോൾ അച്ഛൻ ചെയ്യാൻ കഴിയാത്തതിലധികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയും. ഒരുപക്ഷെ നമ്മളൊക്കെ വൈദികരെ കുറിച്ച് പറയുമ്പോൾ എത്രമാത്രം പള്ളികൾ പണിതിട്ടുണ്ട്, എത്രമാത്രം കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്, എത്രമാത്രം സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതൊക്കെയാണ് പലരും അതിന് മാനദണ്ഡമായി കാണുക. എന്നാൽ ഹൃദയത്തിൽ ആത്മാക്കളെ നേടുന്നതിനുള്ള, അവരെ ദൈവിക സന്നദ്ധിയിലേക്ക് ആത്മീയ ശുശ്രൂഷകളോടെ ആനയിക്കുവാനുള്ള വഴിയും അതിനുള്ള കൃപയും കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ അച്ഛൻ മികവ് പുലർത്തിയിട്ടുണ്ട്. ആത്മീയ ജ്ഞാനത്തോടെ ദൈവിക ശുശ്രൂഷകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അച്ഛന്റെ വലിയ നേതൃത്വം ഉണ്ടായിട്ടുണ്ട്. പലതരത്തിലുള്ള ഭിന്നിപ്പുള്ളാവുന്ന സാഹചര്യങ്ങളിലും സ്ഥലങ്ങളിലുമെല്ലാം ഐക്യത്തിന് വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുകയും അത്തരം പ്രദേശങ്ങളിലേക്ക് ഒരു ദൂതനായിട്ട് ഐക്യപ്പെടുകയും ചെയ്യുന്ന ഒട്ടനവധി അവസരങ്ങൾ പ്രത്യേകിച്ചും ഇവിടെ വരുന്നതിന് മുമ്പുള്ള ഇടവക സമൂഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ അച്ഛന്റെ സൗഹൃദപരമായിട്ടുള്ള സ്നേഹപൂർവമായിട്ടുള്ള ഇടപെടലുകൾ എത്രമാത്രം ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അച്ഛനെ സംബന്ധിച്ചിടത്തോളം മുറിവ് ഉണക്കുവാനായിട്ട് മറ്റൊരാൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ക്ഷമ ചോദിക്കുകയും ക്ഷമ യാചിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സാണ്. കാരണം പകരം ചോദിക്കുക അല്ലെങ്കിൽ പകരം പ്രതികാരത്തോടെ പെരുമാറുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ മനസ്സിലോ മനസ്സാക്ഷിയിലോ ഇല്ലാത്ത കാര്യമാണ്. അത്രമാത്രം സ്നേഹത്തോടുകൂടി ഇടപെടുവാനായിട്ട് സാധിക്കുന്ന കാര്യമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. തീർച്ചയായിട്ടും സഹോദര സ്നേഹത്തോടെ, സഹോദരി ബന്ധത്തോടെ ആ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനും അത് മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കുന്നതിനും അച്ഛന് സാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവത്തോടുള്ള ബന്ധം വളരെ ഊഷ്മളമാക്കി പാലിക്കുവാൻ പ്രാർത്ഥനയിലൂടെയും അതോടൊപ്പം തന്നെ തന്റെ ദൈവിക സാന്നിധ്യത്തിലൂടെയും സാധിക്കുന്നു എന്നതും അനുഭവത്തിന്റെ പാഠം തന്നെയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ വർഷക്കാലം അയർലൻഡിൽ അച്ഛന്റെ ശുശ്രൂഷകളെ കുറിച്ചൊക്കെ അനുഭവേദ്യരും അടുത്ത് അറിയുന്നവരുമായ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നന്മകളുടെ ഉറവിടവും നന്മകളുടെ പങ്കുവയ്ക്കാരനുമാണ് അച്ഛൻ എന്ന് പറയുന്നതിൽ ഒരു കുറവും നമുക്ക് അനുഭവപ്പെടില്ല. അത്രമാത്രം കാര്യങ്ങൾ ചെയ്യുന്നതിന് എത്ര
എത്രയും സേവന തൽപരനായി എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടി അകമഴിഞ്ഞ ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി ഒരു മടിയും കാണിക്കാത്ത വ്യക്തിയാണ് അച്ഛൻ എന്ന കാര്യം നമുക്കറിയാം. അത് നമ്മുടെ ഓരോ പ്രവർത്തനത്തെയും നമ്മളൊന്ന് വിശകലനം ചെയ്താൽ എണ്ണി പറയാൻ ഒരുപാട് കാര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഈ ജൂബിലി ആഘോഷത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അങ്ങനെയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങളെ എപ്പോഴും നിരുത്സാഹപ്പെടുത്തുകയും അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അച്ഛൻ ഒരു തരത്തിലും സമ്മതിക്കാതെ ഇരിക്കുകയും ചെയ്യുകയാണ്. പിന്നെ കർത്താവ് പറയുന്നത് പോലെ നിനക്ക് പ്രായമാകുമ്പോൾ മറ്റൊരാളിന്റെ അരമുറുക്കുകയും നിനക്ക് ഇഷ്ടമില്ലാത്ത തരത്തിൽ കൊണ്ടുപോവുകയും ചെയ്യുന്ന കർത്താവ് പറഞ്ഞതുപോലെ ആണ് ഇപ്പോൾ അച്ഛനെ സംബന്ധിച്ചുള്ള നിവൃത്തികേടിന്റെ ഭാഗമായിട്ടാണ് അച്ഛൻ ഇവിടെ ഇന്ന് ഈ ജൂബിലിയുടെ സമാപന ദിവസം ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് അതിശോക്തിയൊന്നുമല്ല. അച്ഛന് ഒരു തരത്തിലുള്ള ആഘോഷവും ആഗ്രഹിക്കാത്ത വ്യക്തിയാണ്. അച്ഛന്റെ ആ ഒരു വലിയ കഴിവും അതിനുള്ള സന്നദ്ധതയും സമർപ്പണ ബോധവുമെല്ലാം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ദൈവിക പദ്ധതിയുടെ ഭാഗമായി തന്നെ ചേർക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് ഇന്ന് വായിച്ചു കണ്ട സുവിശേഷം എപ്രകാരം തന്റെ ദൗത്യം കർത്താവ് നിർവഹിച്ചു, അതിനുവേണ്ടി ഒരുങ്ങി, അതിനുവേണ്ടി ഇന്ന് ഈ തിരുവഴുത്തിൽ നിറവേറ്റപ്പെട്ടു എന്ന് ഈശോ ആ ചുരുളെടുത്ത് വായിച്ച് സിനഗോഗിൽ വെച്ച് പങ്കുവെച്ചതുപോലെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം തന്റെ ദൈവികമായ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയാനും അതോടൊപ്പം തന്നെ അച്ഛനെ ഇവിടെ വരെ എത്തുമ്പോൾ അച്ഛന്റെ കഴിഞ്ഞ നാളുകളിലെല്ലാം ദൈവം ചൊരിഞ്ഞിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുവാനുള്ള ഈ സന്ദർഭത്തെ നമ്മൾ അനുഗ്രഹപൂർവ്വം കാണുകയാണ്. അച്ഛൻ ആദ്യ വിശുദ്ധ കുർബാനയിൽ വായിച്ച അതേ സുവിശേഷ ഭാഗമാണ് ഇന്ന് അച്ഛൻ വായിച്ചത്. തീർച്ചയായിട്ടും അനുഗ്രഹപ്രദമായ അച്ഛന്റെ പൗരോഹിത്യ ജീവിതത്തെ കൂടുതൽ അനുഗ്രഹപ്രദമാക്കുവാനായിട്ട് ഇടയാകട്ടെ എന്ന് സ്നേഹപൂർവ്വം ഞാൻ ഓർക്കുകയാണ്. അതിന് ആശംസകൾ നേരുകയാണ്. കൂടുതൽ പൗരോഹിത്യത്തിന്റെ മികവിലേക്ക്, അതുപോലെ തന്നെ അത് പങ്കുവെച്ചു കൊടുക്കുവാനുള്ള ആർദ്രതയിലേക്ക്, സ്നേഹം കനിയുന്ന ജീവിതത്തിന്റെ നാൾവഴികളിലേക്ക് അച്ഛനെ വീണ്ടും ദൈവം സമൃദ്ധമായ അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പൗരോഹിത്യത്തിന്റെ രജതജൂബിലി 25 വർഷങ്ങൾ പൂർത്തിയാക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും ചേർന്ന് അച്ഛനെ ഹൃദയപൂർവ്വം അഭിനന്ദനം നേരുകയാണ്. ദൈവത്തിന്റെ കൃപകൾക്ക് നന്ദി പറയുകയാണ്. ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അഭിമാനിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ അവസരത്തിൽ ചില പ്രിയപ്പെട്ടവരെ ഓർക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് ഈ ദിവസം അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുന്ന അച്ഛന്റെ പ്രിയപ്പെട്ട അപ്പച്ചനെയും സ്നേഹപൂർവ്വം ഓർക്കുകയാണ്. ഈ ദിവസത്തില് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച രാജസ്റ്റോണിലെ ഈ സമൂഹത്തെയും അതുപോലെ റീജിയനുമായി ബന്ധപ്പെട്ടവരെയും സ്നേഹപൂർവ്വം ഓർക്കുകയാണ്. ഈ കൊച്ചു സമൂഹത്തിന്റെ, അതേസമയം വ്യത്യസ്തമായ റെപ്രസെന്റേഷനുള്ള ഈ സമൂഹത്തിന്റെ എല്ലാ പ്രാർത്ഥനാശംസകളും എല്ലാ നന്മകളും മംഗളങ്ങളും തമ്പുരാനോട് ചേർന്ന് നിൽക്കുവാനും തമ്പുരാന്റെ കൃപകൾ സമൃദ്ധമായി മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുവാനും അച്ഛനെയും അനുഗ്രഹങ്ങൾ സമൃദ്ധമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ ഭാവങ്ങളും നേരുകയും ചെയ്യുന്നു. നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. മനുഷ്യരായ
കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരന്റെ വിഷയത്തെ സ്നേഹിച്ച് നിങ്ങൾ സമാധാനം നൽകുവൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ ദുഃഖരങ്ങളിൽ അക്കമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങേ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ ആശ്രയമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവായ ദൈവമേ, പാപമായി കഴുകി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. കർത്താവായ ദൈവം സ്വന്തമായ ദൈവത്തെ കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി ജീവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രധാനം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിങ്ങളോട് കൂടെ. കടങ്ങളുടെ പൂർത്തിക്കും നിത്യമായ ജീവിതത്തിനും കാരണമാകട്ടെ. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരമോടു നമ്മിൽ വർഷിച്ചു
സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗം മാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും. മാനവനിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനീകും ഞാൻ, ഏവം നാഥനരുൾ ചെയ്തു. ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയേറുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാം അഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. Savi at the back. Everyone, thank you for coming to Baijurson's 25th Silver Jubilee ordination. 25 വർഷം ഒരു അച്ഛൻ പള്ളിക്ക് വേണ്ടി സേവ ചെയ്യുന്ന വെച്ചാൽ അത് കുഞ്ഞു കാര്യമല്ല, അത് വലിയ കാര്യമാണ്. So thank you so much, Acha. We all, that deserves a big round. For a felicitation speech. വളരെ സന്തോഷം. ഈ ബൈജുസിന്റെ 25 വർഷം പൂർത്തിയാവുന്ന ഈ ദിനത്തിൽ തന്നെ ഈ താങ്ക്സ് ഗിവിംഗ് മാസിന് പങ്കെടുക്കാനായിട്ട് സാധിച്ചത് നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെ പേരിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഒപ്പം ഈ ദേവാലയത്തിൽ കുറേ നാളുകൾ കുർബാന എല്ലാവരും ഭാഗ്യമുണ്ടായി, സെൻറ്റ് ബ്രിജീസിനും ഭാഗ്യമുണ്ടായി. അപ്പം അങ്ങനെ
നമ്മൾ അരമനയിൽ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ എറണാകുളം കുമാരി തിരുപ്പതി അച്ഛൻ പിതാവിൻ്റെ സെക്രട്ടറിയായിട്ടും ഞാനവിടെ അസിസ്റ്റന്റ് കോർപ്പറേറ്റായിട്ടുണ്ടായിരുന്നു. അന്ന് ചെലവഴിച്ച സൗഹൃദങ്ങളുടെ, കൂട്ടായ്മയുടെ, സ്നേഹത്തിൻ്റെ, തമാശകൾ പറഞ്ഞതിൻ്റെയൊക്കെ ഞങ്ങളൊക്കെ ഒരുമിച്ച് വർക്കി പിതാവിനെ ചിരിപ്പിച്ചതൊക്കെ ഓർക്കുന്നത് അത്രയും രസകരമായി കഴിഞ്ഞുകൂടിയ ഒരു സമയമായിരുന്നു. ഒരുപക്ഷെ ഞങ്ങളുടെ അരമനയുടെ ചരിത്രത്തിൽ അരമനയുടെ ക്യാമ്പസിൽ ബാഡ്മിൻ്റൺ കളി ആരംഭിച്ചത് ഞങ്ങളൊക്കെ കൂടിയാണ്. അപ്പം അത് പിതാവ് വൈദ്യുതി പട്ടം കൊടുത്ത ചെക്കേറ്റ് പിതാവിൻ്റെ ഒരു കമൻറ്റ് പറഞ്ഞു, അരമനയുടെ മുറ്റത്ത് ഇങ്ങനെ അച്ഛന്മാർ ഷോർട്സ് ഇട്ടൊന്നും ബാഡ്മിൻ്റൺ കളിക്കാൻ പാടില്ല, ഒരു ഫുൾ ഫാൻസ് ഒക്കെ ഇട്ടുള്ള കളിക്കേണ്ടത് ഷോർട്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഓർമ്മിട്ടു. അങ്ങനെ വളരെ സോഷ്യലായ മനോഹരമായ സമയം അരമനയിൽ ചെലവഴിച്ചത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അപ്പം സ്റ്റീഫൻ പിതാവ് സൂചിപ്പിച്ചല്ലോ, പിതാവിൻ്റെ വീട്ടുകാരുള്ള കാടുകുറ്റി ഇടവക. ആ ഇടവകയിൽ അച്ഛനിരിക്കുന്ന സമയത്താണ് 2015 വെള്ളപ്പൊക്കം. ആ പള്ളിയും പരിസരവും ഒക്കെ വെള്ളത്തിൽ പോയ ഒരു സമയമാണ്. ഞാൻ പറഞ്ഞു കേട്ടത് ഇവിടെയായിരുന്നു. അപ്പോൾ പറഞ്ഞു കേട്ട ഒരു ഓർമ്മകൾ, നിരവധി പേർക്ക്, ഒത്തിരിയേറെ വെള്ളപ്പൊക്കത്തിൽ കഷ്ടപ്പെട്ടവർക്ക് വളരെ സക്സസ്ഫുള്ളായി, വളരെ അപ്രീഷിയേറ്റഡ് ആയിട്ട് സേവനം ചെയ്യുന്നത് ഒരുപാട് പേർക്ക് ഭക്ഷണവും മറ്റും ഷെൽട്ടറും ഒക്കെ കൊടുത്തതിൻ്റെ എല്ലാവരും നന്ദിയോടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അന്ന് ആ ഏരിയ മൊത്തം വെള്ളത്തിൽ പോയി. കാരണം ചാലക്കുടി പുഴയുടെ തൊട്ടടുത്തുള്ള സ്ഥലം ഡിവൈൻ്റെ കേട്ടിട്ടുള്ളത്. അച്ഛൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒത്തിരി കാരുണ്യ പ്രവർത്തനങ്ങൾ, സുരക്ഷാ പ്രവർത്തനങ്ങൾ, ഷെൽട്ടറിംഗ് ഒക്കെ നടന്നൊക്കെ ഓർക്കുന്നുണ്ട്. അതിന് ചെക്കിത് പറഞ്ഞ ഇരുന്ന ഇടവുകളിലൊക്കെ സ്നേഹത്തോടെയുള്ള ജനം അവർ ഓർക്കുന്നുണ്ടെന്നുള്ളത്. എനിക്ക് പിന്നൊരു സന്തോഷമുള്ളത്, ഞാൻ ഉണ്ടായിരുന്ന പള്ളിയിൽ അച്ഛൻ 2 മാസക്കാലം ഉണ്ടായിരുന്നു. ഇവിടേക്ക് വരുന്നതിന് തൊട്ടു മുമ്പ് ആ ഇടവകയിൽ നിന്നാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവം, ആ 2 മാസം കൊണ്ട് ഈ മനുഷ്യൻ അവിടെയുള്ള 300 വീടുകളും കയറി ഇറങ്ങി എന്നുള്ളതാണ്. ഞാൻ 3 വർഷം അവിടെ ഇരുന്നിട്ട് പോയി ഒരു വർഷം സാധിക്കാത്ത കാര്യം, വെറും 2 മന്ത്സിനുള്ളിൽ വിസിറ്റഡ് എവരി ഡോർ. എല്ലാ ആളുകളെയും സന്ദർശിച്ചു. അങ്ങനെ പേപ്പറൊക്കെ വർക്ക് പൂർത്തിയാക്കി ഇങ്ങോട്ടേക്ക് വന്നൊക്കെ അവർ പറഞ്ഞതും ഇടയ്ക്ക് അച്ഛൻ ഷെയർ ചെയ്തൊക്കെ നോക്കി. ദാറ്റ്സ് ദ പ്രീസ്റ്റ്. എനിക്ക് അത്രയും സാധിച്ചിട്ടില്ല. പിന്നെ ഇടയ്ക്ക് അവധിക്ക് നാട്ടിൽ ചെന്നപ്പോൾ കുറേ പരിചയമുള്ളവരൊക്കെ ചോദിച്ചു, ഇങ്ങനെ നടന്നാൽ മതിയോ, എന്ത് കൊടുക്കാൻ വല്ല പ്ലാനുണ്ടോ, എന്ത് കൊടുക്കണം? അപ്പോൾ അവർ നമ്മളിങ്ങനെ നോക്കാണ്. ആ കാലത്താണ് ഞങ്ങളുടെ രൂപതയിൽ ഏകദേശം 12ഓളം വൈദികർ, 9 വൈദികർ കിഡ്നി ദാനം ചെയ്തു. അപ്പൊ നമ്മളൊക്കെ വിദേശത്ത് ജീവിക്കാൻ നമ്മുടെ കിഡ്നിക്ക് നമ്മുടെ സൂപ്പർ കിഡ്നി എന്ന രീതിയിൽ ഇവർ നോക്കുന്നത് ഏതെങ്കിലും ആൾക്കാർക്ക് നമ്മുടെ കിഡ്നി കൊടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കുന്നത്. ഞാൻ പറയാൻ കാരണം നിങ്ങൾക്കറിയാം, ഇദ്ദേഹത്തിന് ഇപ്പോൾ he has only 1 കിഡ്നി. അതിൻ്റെ കൂടുതൽ അതൊരു നിസ്സാര കാര്യമല്ല. വേറൊരാൾക്ക് അസുഖത്തിൻ്റെ വേദനകളിൽ കഴിഞ്ഞുകൊടുന്ന ഒരാൾക്ക് കിഡ്നി ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വലിയൊരു പ്രോസസ്സാണ്. അപ്പോൾ അങ്ങനെ 9 പേരിൽ അച്ഛനുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സ്വീകരിച്ച ആൾക്ക് സർവേ ചെയ്യാൻ പറ്റിയില്ല. എനിക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് സ്വീകരിക്കപ്പെട്ടത്. എങ്കിലും ആ മനസ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ആരോടും പറയരുത്, അറിയുന്നതൊക്കെയാണ് എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ചെയ്യും. പക്ഷെ ഞാനത് നന്ദിയോടെ ഓർക്കുന്നു. ഞാനത് പറയാൻ കാരണം ഞങ്ങളുടെ രൂപതയിൽ വളരെ നന്ദിയോടെ ഓർക്കുന്ന ഒരു പ്രീസ്റ്റാണ്. എൻ്റെയും വളരെ സൗഹൃദപരമായ ഒരുപാട് ഓർമ്മകൾ ഞാൻ ഓർക്കുന്നു. ഇവിടെ ഞാൻ വർക്ക് ചെയ്ത ഈ സ്ഥലത്തും അച്ഛനും ഇവിടെ എത്തി എന്നുള്ളത് അതിലേറെ സന്തോഷത്തോടെ ഓർക്കുന്നു. എൻ്റെ വ്യക്തിപരമായ പേരിലും എറണാകുളം കുമാരി രൂപതയുടെ പേരിലും എറണാകുളത്തെ എറണാകുളം എല്ലാ അച്ഛന്മാരുടെയും പേരിൽ സ്നേഹത്തോടെ 25 വർഷം ജൂബിലിയുടെ എല്ലാവിധ സന്തോഷവും സ്നേഹവും അനുമോദനങ്ങളും. Thank you, Father Jos, for your speech. Joseph Foley-Cartel to present a little bouquet to Father Baiju. Thank you, Acha. So now, as a little token of love from our National Madhuredi, we're going to invite Rosie Pareen, the National Madhuredi coordinator on crutches, to give a little token of love to Father Baiju.
Next up, from all the altar servers in Blandistown, I'd like to invite Hannah and Jerome to give a little token of love on behalf of all the altar servers in Blandistown. And we have one more token of love, and that's from everyone here. And on behalf of that, I would like to invite Binoy, the Blandistown Secretary, Sally, the Blandistown Treasury, and Jim Yeagle, the Dublin Regional Trust Secretary, and Binoy, the National Trustee. So we'd like to invite Bajochan to say a couple of words. ദൈവത്തിന്റെ സ്തുതി. Travel wide, tell no one. Do good, tell no one. Love deep, tell no one. People ruin the beauty by telling others. ഖലീജ് ബ്രാൻഡെ വിളിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും സ്നേഹമാണ്, എല്ലാവരോടും ബഹുമാനമാണ്, എല്ലാവരോടും ആത്മാർത്ഥമായി നന്ദിയുണ്ട്. ഈ 50 വർഷത്തെ ജീവിതവും 25 വർഷത്തെ വൈദിക ജീവിതവും അറിഞ്ഞുകൊണ്ട് തെറ്റുകൾ പറ്റാതിരിക്കാൻ നോക്കിയിട്ടുണ്ട്, പറ്റിയിട്ടുണ്ടാകാം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വളരെ ആത്മാർത്ഥതയോടെ ക്ഷമിച്ചുകൊണ്ടിരിക്കും. ഇന്നിവിടെ വന്നു ചേർന്ന എല്ലാ വൈദികരും, എല്ലാവരുടെയും പേര് എനിക്ക് കാണപ്പെട്ട് അറിയാം, എന്നാലും ആരുടെയും പേര് പറയുന്നില്ല, അച്ഛന്മാർക്കും പിന്നെ ഇതിൻ്റെ എല്ലാം ചുക്കാൻ പിടിച്ച് ജോസഫ് കൊച്ചിന് സെബാനേഴ്സിനും ഞാൻ അനുസരണത്തിൻ്റെ പേരിലാണ് അത് ആയിക്കോട്ടെ എന്ന് പറഞ്ഞത്. പിന്നെ നമുക്കറിയാം ദൈവത്തിന് മാത്രമാണ് ഇല്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. നമ്മളെല്ലാം ഓരോ കാര്യം ചെയ്യുന്നത് ഒരുപാട് പേരുടെ ശ്രമം കൊണ്ടാണ്. ഇന്നിവിടെ ഇതിനു വേണ്ടി ശ്രമിച്ച റീജിയണൽ ഭാരവാഹികൾ, ആളെ അറിയാം, പേര് പറയുന്നില്ല. അതുപോലെ ഇവിടെ ചെറിയ ഭക്ഷണമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ അതിനുവേണ്ടി സഹായിച്ചവർ, അങ്ങനെ എല്ലാവരും ഞാൻ നന്ദി പറയുന്നു. പിന്നെ ആരെയും ഞാൻ വ്യക്തിപരമായിട്ട് വിളിച്ചിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. ഒരച്ഛനെ എന്നെ വിളിച്ച് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ വന്നു പോകരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിങ്ങനെ ഒരു പരിപാടി പുള്ളിക്കറിയാത്തില്ല, ഞാനല്ല വിളിച്ചത്. അപ്പം അതുകൊണ്ട് ഇത് അറേഞ്ച് ചെയ്തവർക്കും ബുദ്ധിമുട്ടിയവർക്കും കായിക സംഘത്തിനും മറ്റെല്ലാവർക്കും നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെയുള്ള എല്ലാവർക്കും എനിക്ക് അറിയാവുന്ന മുഖങ്ങളാണുള്ളത് എല്ലാം തന്നെ. അപ്പം എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾ വന്നതിന് ഈ 2-2.5 മണിക്കൂർ
ഹൃദയത്തിൽ നിന്നുള്ള 100,000 കോടി നന്ദി. ഈശോമിശിഹായ്ക്ക് സ്തുതി. പ്രിയപ്പെട്ട ബൈജു അച്ഛ, അവർ നാഷണൽ കോർഡിനേറ്റർ ജോസഫ് അച്ഛ, സബാനച്ച, ജോസച്ച, മറ്റ് സഹവൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പിന്നെ നമ്മുടെ നാഷണൽ ലെവലിൽ നിർത്തിയിരിക്കുന്ന എല്ലാ കമ്മിറ്റി മെമ്പേഴ്സ്, അതുപോലെ റീജിയണൽ ലെവലിൽ എത്തിയിരിക്കുന്ന എല്ലാ കമ്മിറ്റി മെമ്പേഴ്സ്, അതുപോലെ മറ്റ് ഇടവകയിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ നന്ദിയുടെ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഹൃദയത്തിൻ്റെ സ്നേഹത്തെ തുറന്നു വയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അച്ഛൻ്റെ ദൈവവിളിക്ക് അച്ഛൻ അതേ എന്ന് പറഞ്ഞ ആ ദിവസം മുതൽ അച്ഛൻ്റെ ത്യാഗത്തിൻ്റെ സഹനത്തിൻ്റെ എല്ലാം ഒരാകത്തുകയാണ്. അന്ന് മുതൽ അച്ഛന് വേണ്ടിയല്ല ജോലി ചെയ്തത്, ഇടവകയ്ക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. അച്ഛൻ്റെ ഈ ത്യാഗത്തിന് പിന്നിൽ അച്ഛൻ്റെ മാതാപിതാക്കൾക്ക് ഒരു വലിയ പങ്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മളുടെ എത്രയോ പേരുണ്ട്, നമ്മുടെ ആരുടെയെങ്കിലും മക്കളാണ്. ഞാൻ എപ്പോഴും ഓർക്കും, അന്ന് ഇച്ചിരി കൂടെയൊക്കെ പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ ഒരു കൊച്ച് അച്ഛനാകാനെങ്കിലും പോയെന്ന്. പക്ഷെ അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് അവരെ എത്രമാത്രം പ്രാർത്ഥനയിലും സ്നേഹത്തിലും ഒക്കെ വളർത്തിയതുകൊണ്ടാകാം അച്ഛൻ ഇന്ന് ഈ നിലയിൽ നിൽക്കുന്നത്. അച്ഛൻ്റെ വാക്കുകൾ കൈകൾ പലരുടെയും കണ്ണുനീരൊപ്പിയിട്ടുണ്ട്. അച്ഛൻ്റെ വാക്കുകൾ പലർക്കും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പ്രചോദനം ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ സാന്നിധ്യം പലർക്കും ആശ്വാസം പകർന്നിട്ടുണ്ട്. അതൊക്കെ എത്രയോ വലിയ കാര്യങ്ങളാണ്. വർഷങ്ങളുടെ കണക്കുകളെല്ലാം ആ വർഷങ്ങൾക്ക് പിന്നിൽ അച്ഛൻ്റെ ത്യാഗത്തിൻ്റെ, സഹനത്തിൻ്റെ, വേദനയുടെ എല്ലാത്തിൻ്റെയും ഒരു ആകത്തുകയാണ് ഇന്ന് അച്ഛൻ 25 വർഷത്തെ ജൂബിലി ആഘോഷിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ ഇത്രയും മഹത്തരമായ നല്ലൊരു ദിവസം ഒരുക്കിയതിനു പിന്നിൽ ഒത്തിരിയേറെ വ്യക്തികൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ അവർ നാഷണൽ കോർഡിനേറ്റർ ജോസഫ് അച്ഛന്, എനിക്ക് തോന്നുന്നു അച്ഛന് പാലയിൽ കുർബാനയും കഴിഞ്ഞാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങളുടെ ബ്ലാഞ്ചസ്റ്റൺ ഇടവകയുടെ പേരിൽ, കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ പേരിൽ, എൻ്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ നന്ദി സമർപ്പിക്കുകയാണ്. അതുപോലെ ഇവിടെ എത്തിയിരിക്കുന്ന സെബാനച്ചന്, ജോസച്ചനാണെങ്കിൽ ബെൽഫാസ്റ്റിൽ നിന്നാണ്. അതുപോലെ ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ വൈദികരും വളരെയധികം സമയം അവരുടെ കണ്ടെത്തിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അവരെ എല്ലാം ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. എല്ലാവർക്കും ബ്ലാഞ്ചസ്റ്റൺ ഇടവകയുടെ പേരിലും അതുപോലെ കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഇനി നമ്മുടെ നാഷണൽ ലെവലിലുള്ള കമ്മിറ്റി മെമ്പേഴ്സ്, അതുപോലെ തന്നെ റീജിയണൽ ലെവലിലുള്ള കമ്മിറ്റി മെമ്പേഴ്സ്, മറ്റിടവാംഗങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ എല്ലാവരെയും ബ്ലാഞ്ചസ്റ്റോണിൻ്റെ പേരിലും കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇനി നമുക്കിവിടെ എത്തിയിരിക്കുന്ന സിസ്റ്റേഴ്സിനെ വളരെ നന്ദിയോടെ ഓർക്കുന്നു. അവർക്കും ഞാൻ ബ്ലാഞ്ചസ്റ്റോണിൻ്റെ പേരിലും അതുപോലെ കമ്മിറ്റിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി അറിയിക്കുകയാണ്. നിങ്ങളില്ലെങ്കിൽ എന്താ ആഘോഷം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഇടവാങ്ങളില്ലെങ്കിൽ എന്ത് ആഘോഷമാണ്. നമ്മുടെ ഈ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ഓൾഡർ സർവീസൊക്കെ ഇങ്ങനെ ഇത്രയും അവർ ഈ ഇന്നത്തെ ആഘോഷങ്ങളുടെ എല്ലാം തിരക്കിലും ഒക്കെ ആയിട്ടും എത്തിച്ചേർന്നു. ഇത്രയും പേര് ഇവിടെ എത്തിച്ചേർന്നു. അവരെ എല്ലാവരെയും നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. ബ്ലാഞ്ചസ്റ്റോണിൻ്റെ പേരിൽ, കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. പിന്നെ ഇന്ന് സ്നേഹവിരുന്നുണ്ട്, ഒരുക്കിയിട്ടുണ്ട് അച്ഛൻ. അവരെ നമ്മൾ നന്ദിയോടെ ഓർക്കണം കേട്ടോ. അത് വളരെ ഇതാണ്. അതിൻ്റെ ഒരു കഷ്ടപ്പാട്, നല്ല സ്നേഹവിരുന്നൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അവരെ പ്രത്യേകമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് നന്ദി പറയുകയാണ്. ഞാൻ ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും
അതുപോലെ വൈദ്യു അച്ഛനോട് അച്ഛ ഞങ്ങളുടെ ഓരോ സന്തോഷത്തിൻ്റെയും പിന്നിൽ അച്ഛൻ്റെ നിശബ്ദമായ പ്രാർത്ഥനയുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ സന്തോഷിക്കുമ്പോൾ അച്ഛൻ എത്രമാത്രം നമ്മുടെ ഇടവാഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ അച്ഛൻ്റെ ഇനിയുള്ള വൈദിക ജീവിതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും എല്ലാം ഉണ്ടായിരിക്കും. അച്ഛന് എല്ലാവിധ ആരോഗ്യവും എല്ലാവിധ ആശംസകളും ഞങ്ങൾ അർപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം. So Blanchester Committee has, like Sally and he said, has organized some food out at the back. Please eat and only go afterwards. So eat all the food, eat as much as you can. And make sure afterwards you can only go. So thank you to all the agents. Thank you everybody for coming. Thank you. ദൈവം നിരുപമ സ്നേഹം, സ്നേഹം നിറയും നിർജ്ജരിയല്ലോ, നിറയെ പൂക്കും കരകളുയർത്തും നിർമ്മല നീർച്ചോല സ്നേഹം, നിരുപമ സ്നേഹം. ദൈവം നിരുപമ സ്നേഹം, സ്നേഹം നിറയും നിർജ്ജരിയല്ലോ, നിറയെ പൂക്കും കരകളുയർത്തും നിർമ്മല നീർച്ചോല സ്നേഹം, നിരുപമ സ്നേഹം. ദൈവം നിരുപമ സ്നേഹം. കാടുകൾ മേടുകൾ മാനവസരണികൾ പുണർന്നു പുൽകുമ്പോൾ, കുന്നുകൾ കുഴികൾ ഉയർച്ചകൾ താഴ്ചകൾ ഒരുപോൽ പുഷ്പിക്കും. സ്നേഹം നിരുപമ സ്നേഹം. ദൈവം നിരുപമ സ്നേഹം. ദൈവം നിരുപമ സ്നേഹം. ദൈവം നിരുപമ സ്നേഹം. ദുഷ്ടൻ ശിഷ്ടൻ സമമായ വിടുന്നുന്നതി പാർക്കുന്നു. മഞ്ഞും മഴയും വെയിലും പോലതു അവരെ ഒരുക്കുന്നു. സ്നേഹം നിരുപമ സ്നേഹം. ദൈവം നിരുപമ സ്നേഹം. ദൈവം നിരുപമ സ്നേഹം. ദൈവം നിരുപമ സ്നേഹം.
സാഗര സമതല പർവ്വത നിരകൾ നിതരാം പാടുന്നു. സർവേശ്വരനെ സദ്ഗുരുവേ നീ സനാതന പ്രേമം. സ്നേഹം നിരുപമ സ്നേഹം, ദൈവം നിരുപമ സ്നേഹം, ദൈവം നിരുപമ സ്നേഹം. ദൈവം നിരുപമ സ്നേഹം, സ്നേഹം നിറയും നിർജ്ജരിയല്ലോ. നിറയെ പൂക്കും കരകളുയർത്തും നിർമ്മല നീർച്ചോല സ്നേഹം, നിരുപമ സ്നേഹം. ദൈവം നിരുപമ സ്നേഹം. സ്നേഹസ്വരൂപാ തവ ദർശനം ഈ ദാസരിൽ ഏകിടൂ. സ്നേഹസ്വരൂപാ തവ ദർശനം ഈ ദാസരിൽ ഏകിടൂ. പരിമളമിയലാൽ ജീവിതമലരിൽ അനുഗ്രഹവർഷം ചൊരിയേണമേ, ചൊരിയേണമേ. സ്നേഹസ്വരൂപാ തവ ദർശനം ഈ ദാസരിൽ ഏകിടൂ. മലിനമായ ഈ മൺകുടമങ്ങേ തിരുപാദ സന്നിധി. മലിനമായ ഈ മൺകുടമങ്ങേ തിരുപാദ സന്നിധിയിൽ അർച്ചന ചെയ്തിടും ദാസരിൽ നാഥ കൃപയേകിടൂ, കൃപയേകിടൂ. കൃത്തിൻ മാലിന്യം നീക്കിടു നീ. സ്നേഹസ്വരൂപാ തവ ദർശനം ഈ ദാസരിൽ ഏകിടൂ.